മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ആ ഒരു കറണ്ട് എനർജിയാണ്, ഈ ഒരു സിറ്റുവേഷനിലെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, ഒത്തിരി എനർജീസ് വരുന്നുണ്ട്, ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട്. യെസ്, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ തിരക്കുകൾ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ആ ഒരു അവസരത്തിൽ ഈ റിലേഷൻഷിപ്പിനെ ഒട്ടും തന്നെ കെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല. അവർ കുറേയധികം അവസരങ്ങൾ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷനിലേക്ക് എത്തിപ്പോയ വ്യക്തികൾ ഉണ്ടാവാം. കാരണം അനുകൂലമായിട്ടുണ്ടായിരുന്ന സാഹചര്യത്തെ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോകാനായിട്ട് ആ വ്യക്തി ശ്രമിച്ചില്ല. അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു. ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവരൊരു ആക്ഷൻ എടുത്തില്ല എന്നോർത്ത് അവർക്ക് ഒരുപാട് മിസ് ഫീലിങ്സ് ഉണ്ടാവാണ്. ഓക്കെ, ഐ എം അഫ്രൈഡ് ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, ആ ഒരു ആക്ഷനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ആക്ഷൻ അവരെടുത്തില്ല. അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് കടന്നു പോയിരിക്കുന്നു എന്നവർ ഭയപ്പെടുന്നു. കാരണം ഇനി അവരൊരു സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അനുകൂലമാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത, ഉത്കണ്ഠ ആ വ്യക്തിയിലുണ്ട്. ഇപ്പോഴും അവർ സ്വയം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അവരെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, കാരണം ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലായി ഈ വ്യക്തി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ വ്യക്തി ചിന്തിക്കും എന്ന് പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നിങ്ങൾ ഏത് വിധേനയെങ്കിലും അവരെ മനസ്സിലാക്കിയെങ്കിൽ എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് യു ടു ബി എ ബെറ്റർ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയ നല്ല ഭാഗമായിട്ടിരിക്കാൻ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ ഈ ഒരു സമയത്തോടകം അവർ പറഞ്ഞിട്ടുണ്ട്. അത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് ചിലപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റൻസിൽ പോയത് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവാം. ആ സമയത്തെല്ലാം തന്നെ അവർ ഓരോരോ കള്ളങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ തിരക്കാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവർ ഒഴിവാക്കിയത് തികച്ചും അസത്യങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അതിൽ അവർക്കിപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴായിട്ട് അവരിങ്ങനെ റിപ്പീറ്റായിട്ട് പലതും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ ശരിക്കും കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായി, ആ വ്യക്തി വെറുതെ നിങ്ങളോടിങ്ങനെ പെരുമാറുന്നതാണോ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിലേക്കൊക്കെ നിങ്ങൾ തന്നെ എത്തിപ്പെട്ടതായിരിക്കാം. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ആ ഒരു ടൈമിനെ തന്നെയാണ്. അതായത് നിങ്ങളെ ഒന്നിപ്പിച്ച് ചേരുന്നതിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ ഒരു ചിലപ്പോൾ അകലം, മാനസികമായിട്ടുള്ളൊരു അകലം തന്നെയായിരിക്കാം. ഒന്നിച്ച് ചേർക്കാതിരിക്കാൻ ചില പേർക്കാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ എനർജി ഉണ്ട്, ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഒത്തിരി പേർക്കും പല പല കാരണങ്ങളാണ് കാണുന്നത്. ആൻഡ്
ഒരുപാട് സീക്രട്സ് ഇനിയും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ് സോൾ കോൺട്രാക്ട് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫർഗോട്ടൺ എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലുണ്ടല്ലോ, ആ വ്യക്തിക്ക് ഒരുപാട് വേദനകൾ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കാം, നിങ്ങളോട് ചെയ്ത കർമ്മയുടെ ഫലം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അത് അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണെന്നാണ് അവരിപ്പോൾ പറയുന്നത്, ചിന്തിക്കുന്നത്. അവർ മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്ന തരത്തിലുള്ള ചിന്തകളുള്ള വ്യക്തിയാണ്, ഗോസിപ്പുകളെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇപ്പോൾ ഇങ്ങനൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത് കൂടുതലും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റെന്തിൻ്റെയൊക്കെയോ പുറകിലേക്ക് ഓടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരാകെ തകർന്നിരിക്കുകയാണ്. നിങ്ങളെ വിട്ട് പോയിട്ട് അവർ നേടിയെടുത്തതൊന്നും തന്നെ യാതൊരു വാല്യൂവും ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. മറ്റൊരു വ്യക്തിയുടെ അരികിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കരിയറിലേക്കൊക്കെ അവർ ഫോക്കസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടി നഷ്ടമായപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ചിന്തിച്ച പോലെയൊന്നുമല്ല ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടായിരിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. ആൻഡ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലിരുന്ന സമയത്താണ് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത്. അതൊരു എസ്കേപ്പിസം ആയിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം അവരുടെ തെറ്റ് തന്നെയാണ്, അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഒരിക്കലും നിങ്ങളോട് അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഐ ഹാവ് നെവർ ഫെൽറ്റ് പാഷൻ ദിസ് ഇൻറ്റൻസ്. ഒരിക്കലും നിങ്ങളോളം ഉള്ള പ്രണയം അവർക്ക് മറ്റാരോടും ഫീൽ ചെയ്തിട്ടില്ല, മറ്റൊന്നിനോടും അവർക്ക് തോന്നിയിട്ടില്ല. ശരിക്കും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിയപ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായത്. കാരണം അവർ ചെയ്ത തെറ്റെന്താണ്, നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ നേടിയത് എന്താണ്, അങ്ങനെ പല കാര്യങ്ങളും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതെല്ലാം അവരുടെ ലൈഫിൽ മീനിങ്ലെസ് ആയിപ്പോയി എന്നൊക്കെ അവരുടെ ചിന്തകളിലുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർ നേടിയതൊന്നും തന്നെ അവർക്കിപ്പോൾ അവരൊന്നിലും തന്നെ സാറ്റിസ്ഫൈഡ് ആകാൻ കഴിയുന്നില്ല. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളോട് എക്സ്പ്രസീവ് ആകാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരവസരം കൂടി അവരുടെ ലൈഫിൽ കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഒപ്പം വന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എന്താണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ അവരുടെ ലൈഫിലുള്ളത്. അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങളാണ്. ഒരു ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പലപ്പോഴും അവരുടെ ഈഗോ നിറഞ്ഞ പ്രവൃത്തികൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരു സെപ്പറേഷനിലൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് അവരൊരിക്കലും തന്നെ അവരുടെ തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എന്തു തന്നെയായിരുന്നാലും ഇപ്പോഴും അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഒരിക്കലും ഈ ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടില്ല എന്നൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട്. എത്ര അകലത്തിലായിരുന്നാലും ഒരു റിയൂണിയൻ സംഭവിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പൊട്ടിപ്പോയൊരു ബന്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ റീകണക്റ്റ് ചെയ്യണം, റീജോയിൻ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ എനർജീസും റീയൂണിയൻ്റെ എനർജീസാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡാമേജ്, ഇപ്പോൾ ഈ സെപ്പറേഷൻ കാരണമുണ്ടായ ഡാമേജ് രണ്ടു പേരുടെയും ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നുണ്ട്. രണ്ടു പേർക്കും ഫിസിക്കലി മെൻ്റലി ഒരുപാട് പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടായിട്ട് മെഡിസിൻ ചെയ്തിട്ട് ഫലിക്കാത്തവരുണ്ട്. ഒരുപാട് ടെൻഷൻ, തലവേദന, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക,
നിങ്ങൾ ഇപ്പോൾ ഇതിനൊക്കെ മെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് ഫലം കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങളും വേദനകളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് പരിഹാരം ലഭിക്കുന്നതാണ്. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ. ഒത്തിരി പേരും വേദനിക്കുന്നവരാണ്. ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു സെപ്പറേഷനിൽ നിന്ന് അതിയായി വേദനിക്കുന്ന മനസ്സുകളാണ് നിങ്ങളിൽ പലരുടെയും എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. ഓക്കെ, ഒരു പ്രശ്നം ആ പ്രശ്നമായിട്ട് കാണണ്ട, അല്ലെങ്കിൽ ഒരു വേദനയെ അങ്ങനെ കാണണ്ട. നിങ്ങളൊരു കൈക്കുഞ്ഞിനെ ഒരാളെ ഏൽപ്പിക്കുന്ന പോലെ ആ ഒരു ഇതോടുകൂടി നിങ്ങൾ യൂണിവേഴ്സിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സങ്കടം കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഭാരം ഇറങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ ടൈം പീരീഡിലുള്ളതാണ്. അത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ടും കളയാനുള്ളതല്ല. ലൈഫിൽ ഈ ഒരു കാര്യം മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുക്കാനുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്, യൂണിവേഴ്സ് തരുന്നതാണ്. അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.